ശരിക്ക് ഗൾഫ് രാജ്യത്ത് വണ്ടി രാത്രി ഓടിക്കാൻ ഹെഡ്ലൈറ്റിന്റെ ആവശ്യമേ വരാറില്ല. പക്ഷെ ഈ നിസ്ബായില് മസ്കറ്റിലേക്ക് പോകുന്ന പഴയ റോഡുണ്ട്, അവിടെ ഈ ഭാഗം ഓക്കെയാണ്. ഇത് കഴിഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് വൺ സൈഡ് റോഡാണ്, സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടാവില്ല, കണ്ണും കാണൂല, അതേ കിടക്കണേ. എന്തൊക്കെയാണ് വരുന്നത് റബ്ബേ. ഇതൊക്കെ കൂട്ടിട്ട് വണ്ടിന്റെ ഹെഡ്ലൈറ്റ് ഇത്തിരി ഡിമ്മാണെങ്കിൽ കഴിഞ്ഞ കഥ. അതാണ് ഇവിടുത്തെ ജബൽ അക്തർ സ്പോട്ടിന്റെ റൗണ്ട് ബോട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകും. ഇതാണ് ഇവിടുത്തെ ജബൽ അക്തർ. ഈ റൗണ്ട് ബോട്ട് കറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ അങ്ങനെ വരിക, അങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങാടി ഇവിടെയൊക്കെ കുറച്ച് വെളിച്ചുണ്ട്, ഉണ്ടായില്ല പറ്റൂ, കാരണം ഒരു സ്പോട്ടാണല്ലോ. അങ്ങോട്ട് കൂറ്റാക്കൂറ്റിട്ട് ജബൽ അക്തർക്ക് തിരുന്ന സ്പോട്ട് കണ്ട ബോർഡൊക്കെ വെച്ചിട്ട് ചെറിയൊരു വാദിയൊക്കെ ഉണ്ട്. വാദി ബിൻ ഖാലിദ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ വാദി എല്ലാം ഇതിൽ വണ്ടി പോകും. പ്രിയപ്പെട്ടവരെ, കുറേ വീഡിയോ എടുത്തിരുന്നു, ക്യാമറ ഓണാക്കാൻ മറന്നിട്ടുണ്ട്. അയ്യോ, പൂച്ച ചാടിയില്ല. പഴയ ഒരു ഗല്ലി കൂടിയാണ് യാത്ര, മുമ്പൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് കാണും. പിന്നെ സാധാരണ നമ്മളധികം പച്ചപ്പും മരുതാവും കാണാൻ പോലെ പകലാണ്. പക്ഷെ പകൽ പോയ സ്ഥലത്ത് രാത്രി പോയാൽ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് അറിയാം. ഏതാണ് പക്ഷി? വലതുവശത്തൊക്കെ ഫുള്ളും മരങ്ങളാണ്. മരങ്ങൾ, സ്ത്രീകൾ, വണ്ടികളുണ്ട്. ഒക്കെ നമ്മളെ മുന്നത്തെ ഒരു വീഡിയോയിൽ പച്ചപ്പൊക്കെ അത് ഭയങ്കര കളറാക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഇത്തറാത്തിൻ്റെ ആകാശം കാണും. ഇവിടെ നിറച്ച് വെള്ളമുണ്ട്, റോഡിലൊക്കെ വെള്ളം. ഇത്തറാത്തിൻ്റെ മെയിൻ സ്പോട്ടുകളിൽ അയ്യോ ഇപ്പോൾ തന്നെ ചാടിയില്ല. വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതിൽ നമ്മൾ പോവില്ല, കാരണം വണ്ടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ചെന്നപ്പം കണ്ട കാഴ്ച ഇതാണ്. അവിടുന്നൊരു വണ്ടി വരുന്നുണ്ട്. സ്പോട്ടിലൊക്കെ എന്ത് രസമായിട്ട് നടക്കാൻ, നല്ല മണമുണ്ട് കേട്ടോ. ഒരു വാഹനം അവിടുന്ന് വരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് മഴക്കാലത്ത് ഇത്തറത്തിൽ നൈറ്റിൽ വന്നാൽ അവസ്ഥ.